ഹരി ഓം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം. ഇന്ന് നാം 12ാമത്തെ ശ്ലോകമാണ് കാണാൻ പോകുന്നത്. 12ാം ശ്ലോകത്തിലെ വസുർ, വസുമന, സത്യ എന്നിങ്ങനെ 3 നാമങ്ങളാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ കാണുന്നത്. അപ്പം ശ്ലോകം ഇങ്ങനെയാണ്: വസുർവസുമന സത്യ സമാത്മാ സംവിത സമഃ അമോഘ പുണ്ടരീകാക്ഷോ വൃഷകർമാ വൃഷാകൃതി. ഇതിലെ 104ാമത്തെ നാമമാണ് വസുഹു. ഇതേ നാമം തന്നെ വീണ്ടും 270ലും 696ലും കാണും. അപ്പോൾ നമുക്ക് ഇതിന്റെ മറ്റുള്ള അർത്ഥങ്ങൾ നോക്കാം. ഇപ്പോൾ ഇവിടെ വസു എന്ന നാമത്തിന് സകല ജീവജാലങ്ങളിലും വസിക്കുന്നവൻ, അല്ലെങ്കിൽ അഷ്ടവസുക്കളിൽ അഗ്നി, ഇങ്ങനെ 2 അർത്ഥമാണ് ഇവിടെ പറയുന്നത്. ശങ്കരഭാഷ്യം പറയുന്നത് വസന്തി സർവഭൂതാന്യത്ര തേഷു അയമപി വസതി ഇതി വാ വസുഹു. വസൂനാം പാവകശ്ചാമി ഇത്യുക്തോ വാ വസുഹു. അതായത് ഭഗവാനിൽ സർവത്ര ഭൂതങ്ങളും വസിക്കുന്നതിനാലോ അല്ലെങ്കിൽ സകല ഭൂതങ്ങളിലും ഭഗവാൻ വസിക്കുന്നതിനാലോ ഭഗവാനെ വസു എന്ന് പറയുന്നു. അഥവാ 2ാമത്തെ അർത്ഥം, വസുക്കളിൽ വെച്ച് ഞാൻ അഗ്നിയാവുന്നു എന്ന ഗീതാവചനപ്രകാരവും ഗീത 10ാം അധ്യായത്തിലെ വിഭൂതി യോഗത്തിൽ കൃഷ്ണൻ പറയുന്നുണ്ട്, വസുക്കളിൽ വെച്ച് ഞാൻ അഗ്നിയാവുന്നു എന്ന് പറയുന്നുണ്ട്. ആ ഗീതാവചനപ്രകാരവും ഭഗവാനെ വസു എന്ന് പറയുന്നു. പുരാണങ്ങളിൽ സ്വർഗവാസികളായ 8 വസുക്കളെ പറ്റി പറയുന്നുണ്ട്. അതിലാണ് അഷ്ടവസുക്കൾ എന്ന് പറയുന്നത്. വിഭൂതി യോഗത്തിൽ കൃഷ്ണൻ പറയുന്നത് വസൂനാം പാവകശ്ചാമി എന്നാണ്. വസുക്കളിൽ അഗ്നിയാണ് ഞാൻ. എല്ലാ വസുക്കളായും കാണപ്പെടുന്ന ഭഗവാൻ തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ അഗ്നിയെ പ്രത്യേകം എടുത്തു പറഞ്ഞത്? എന്താണ് ഈ അഗ്നിക്കുള്ള പ്രത്യേകത? പ്രപഞ്ച സൃഷ്ടിയിൽ ആദ്യമുണ്ടായത് പഞ്ചഭൂതങ്ങളാണ്. നമ്മൾ സൃഷ്ടിപ്രകരണം കാണുമ്പോൾ കാണുമല്ലോ, രത്നാദാത്മന ആകാശ സംഭൂത, ആകാശാത് വായു, വായോരഗ്നി, ഇങ്ങനെ പഞ്ചഭൂതങ്ങളാണ് ആദ്യം ഉണ്ടായത്. പരമേശ്വരൻ, അതായത് ബ്രഹ്മൻ, ആദ്യം ആകാശമായും പിന്നെ വായുവായും പിന്നീട് അഗ്നിയായും പ്രത്യക്ഷപ്പെട്ടു എന്നാണ് അവിടെ പറയുന്നത്. ആകാശവും വായുവും പ്രത്യക്ഷത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തതാണ്, അതായത് ഒരു രൂപമില്ലാത്തതാണ്. ആകാശത്തിനും വായുവിനും നമുക്ക് കാണാനോ കേൾക്കാനോ ഒന്നും പറ്റില്ല. ആദ്യമായി പ്രത്യക്ഷത്തിൽ അനുഭവിക്കാവുന്ന രൂപത്തോടുകൂടി ആദ്യത്തെ ഭൂതം എന്ന നിലയ്ക്ക് അഗ്നിയെ പ്രത്യക്ഷം ബ്രഹ്മ എന്നാണ് പറയുന്നത്. അഗ്നിയാണല്ലോ രൂപമുള്ള ആദ്യത്തെ സൃഷ്ടി. വേദങ്ങളിലാണെങ്കിലും പരമ പരാമർശം അഗ്നിയാണ്. ഋഗ്വേദം ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെ അഗ്നിയെ സ്തുതിച്ചുകൊണ്ടാണ്. അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നധാതമം, ഇങ്ങനെയാണ് ഋഗ്വേദം ആരംഭിക്കുന്നത്. ആവഹനീയ രൂപത്തിൽ നിലനിൽക്കുന്നവനും അഭീഷ്ടങ്ങളെ നൽകുന്നവനും യാഗകർമ്മങ്ങളിൽ ദേവന്മാരെ ക്ഷണിക്കുന്നവനും പുരോഹിതനും രത്നധാരിയുമായ അഗ്നിയെ ഞാൻ സ്തുതിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. എവിടെയെങ്കിലും എന്തെങ്കിലും മഹത്വങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അഗ്നി മാത്രമല്ല, എല്ലാ വസുക്കളും വാസുദേവൻ തന്നെയാണ്. അതിനാൽ ഭഗവാനെ വസു എന്ന് വിളിക്കുന്നു. ഇനി ഇത് ഒരു വാച്യാർത്ഥമാണ്. വസു എന്നുള്ള ആ വാക്കിന്റെ ഡയറക്റ്റ് മീനിങ് ആണ് ഇതിൽ പറയുന്നത്. കുറച്ചുകൂടെ ഒരു ഡീപ്പായിട്ടുള്ള ഒരു വിശകലനം ഇതിനുണ്ട്. സകല പ്രാണികളും സകല ജീവജാലങ്ങളും ആരിലാണോ വസിക്കുന്നത്, ആരാണോ സകല പ്രാണികളിലും വസിക്കുന്നത്, അത് വസു. സർവപ്രപഞ്ചത്തിന്റെയും സത്യമായി, എല്ലാത്തിന്റെയും അടിസ്ഥാനമായി ഭഗവാൻ തന്നെയാണ് വസിക്കുന്നത്. ഭഗവത്ഗീതയിൽ പറയുന്നത് ഇങ്ങനെയാണല്ലോ, യോമാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സചമേ ന പ്രണശ്യതി. ഭഗവത്ഗീത 6ാം അധ്യായത്തിൽ പറയുന്നതാണ്. ആരാണോ എന്നെ എല്ലായിടത്തും കാണുകയും എല്ലാത്തിനെയും എന്നിൽ തന്നെ കാണുകയും ചെയ്യുന്നത്, അവൻ എന്നിൽ നിന്നും ഞാൻ അവനിൽ നിന്നും പിരിയുന്നില്ല.
ഞാൻ അവനിലും അവൻ എന്നിലും എപ്പോഴും കുടികൊള്ളുന്നു. ഇതാണ് ഇതിന്റെ അർത്ഥം. ഈശാവാസ്യ ഉപനിഷത്താണെങ്കിലും തുടങ്ങുന്നത് തന്നെ ഈശാവാസ്യമിതം സർവം എന്ന് പറഞ്ഞുകൊണ്ടാണ്. എല്ലാ പദാർത്ഥങ്ങളിലും ഈശ്വരൻ അധിവസിക്കുന്നു, ഈശ്വരൻ വ്യാപിച്ചിരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. അതാണ് വസു എന്ന വാക്കിന്റെ അർത്ഥം. അടുത്തത് വസുമനാഹ. ഇതും നമ്മൾ 697 വീണ്ടും കാണും. വസുമനാഹ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ മനസ്സോടുകൂടിയവൻ എന്നാണ് അർത്ഥം. ശങ്കരാചാര്യർ പറയുന്നത് വസു ശബ്ദേന ധനവാചിന പ്രാശസ്ത്യം ലക്ഷ്യത്തെ പ്രശസ്തം മനോ യസ്യ സഹ വസുമനാഹ രാഗദ്വേഷാദിഭി ക്ലേശൈഃ മദാദിഭി ഉപക്ലേശൈശ്ച യതോ ന കലുഷിതം ചിത്തം തതത് മനഃ പ്രശസ്തം. ധനവാചകമായ വസുശബ്ദം പ്രാശസ്ത്യം, അതായത് ശ്രേഷ്ഠതയെ കാണിക്കുന്നു. അതിനാൽ പ്രശസ്തമായ മനസ്സോടുകൂടിയവൻ വസുമനസ്. രാഗദ്വേഷാദികളായ ക്ലേശങ്ങളാലോ മതാദികളായ ഉപക്ലേശങ്ങളാലോ ദൂഷിതമല്ലാത്തതിനാൽ ഭഗവാന്റെ മനസ്സ് പ്രശസ്തമാകുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. ഇനി നമുക്കത് എന്താണെന്നൊന്ന് വിശദമായിട്ട് നോക്കാം. ഇവിടെ വസു എന്നാൽ സമ്പത്ത് അല്ലെങ്കിൽ ഉത്കൃഷ്ടമായത് എന്നാണ് അർത്ഥം എടുക്കേണ്ടത്. ഉത്കൃഷ്ടമായ മനസ്സുള്ളവൻ വസുമനസ്. മനസ്സ് ഉത്കൃഷ്ടമാകുന്ന എപ്പോഴാണ്? രാഗദ്വേഷ മത മാത്സര്യാദി കൽമഷങ്ങൾ അല്ലെങ്കിൽ മനസ്സിലെ മാലിന്യങ്ങളെല്ലാം ഒഴിഞ്ഞു കഴിയുമ്പോൾ മനസ്സ് ഉത്കൃഷ്ടമാവും. ഇതില് രാഗദ്വേഷങ്ങളെ ക്ലേശം എന്നും മതം തുടങ്ങിയ മറ്റു ക്ലേശങ്ങളെ ഉപക്ലേശങ്ങളായിട്ടും ആണ് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത്. സദാ പൂർണ്ണസ്വരൂപനായ ആനന്ദസ്വരൂപനായ ഭഗവാൻ സകല അശുദ്ധ വികാരങ്ങൾക്കും അതീതനാണ്. അതുകൊണ്ട് ഉത്കൃഷ്ട മനസ്സുള്ള ഭഗവാനെ വസുമന എന്ന് വിളിക്കുന്നു. ഇത്തരം അശുദ്ധ വികാരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഭഗവാന് പക്ഷപാതരഹിതരായിരിക്കാൻ സാധിക്കുമായിരുന്നില്ലല്ലോ. ഭഗവാൻ എന്തെങ്കിലും ഒരു പാർഷ്യാലിറ്റി ഉണ്ടാകുമായിരുന്നു. എന്തെങ്കിലും മതമോ മാത്സര്യമോ അല്ലെങ്കിൽ രാഗദ്വേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭഗവാൻ എന്തെങ്കിലും പാർഷ്യാലിറ്റി ഉണ്ടാവും. എന്നാൽ ഭഗവാനാണെങ്കിൽ കരുണാമയനാണ്, യാതൊരു പാർഷ്യാലിറ്റിയും ഇല്ലാത്ത ഭഗവാനാണ്. എന്നാൽ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഫലം കൊടുക്കുന്നതിൽ ഒരിക്കലും പരാജയപ്പെടുകയുമില്ല. കരുണാമയൻ, പരാജയമില്ലാത്തവനെന്നൊക്കെ പറയുന്നത് ഭഗവാന്റെ വിശേഷണങ്ങളായിട്ട് എടുക്കരുത്. ഇതൊന്നും ഭഗവാനെ വിശേഷിപ്പിക്കാൻ പറയുന്നതല്ല. ഇതെല്ലാം മനുഷ്യ മനസ്സിലെ ഭഗവാനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ്. നമ്മൾ ഭഗവാനെ ഇങ്ങനെയൊക്കെയാണ് കാണുന്നത് എന്ന് പറയുന്നതാണ്. ഭഗവാൻ പരാജയമില്ലാത്തവൻ എന്നല്ല അർത്ഥം. പരാജയമില്ലാത്ത എന്താണോ ഉള്ളത് അതാണ് ഭഗവാൻ. പരാജയമില്ലാത്തതിനെ എല്ലാം ഭഗവാൻ എന്നാണ് പറയുന്നത്. ഭഗവാൻ എന്ന് പറയുന്നത് തന്നെ വിജയസ്വരൂപിയാണ്. അതാണ് വസുമനാഹ എന്ന വാക്കിന്റെ അർത്ഥം. അടുത്തത് സത്യം, സത്യഃ. ഇതേ നാമം വീണ്ടും നമ്മൾ 212 569 കാണും. സത്യസ്വരൂപൻ, സാകാരവും നിരാകാരവും ആയത്, അതായത് ഫോംഡ് ആൻഡ് അൺഫോംഡ്, രൂപമുള്ളതും രൂപമില്ലാത്തതും. ഇതാണ് ഇവിടെ സത്യം എന്നുള്ള വാക്കിന്റെ അർത്ഥം. ശങ്കരാചാര്യർ പറയുന്നത് അവിതഥ രൂപത്വാ പരമാത്മാ സത്യഃ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ ഇതി ശ്രുതേ മൂർത്താത്മകത്വാദ്വാ സത്യത്യച്ചാഭവത് ഇതി ശ്രുതേ സദിതി പ്രാണഃ തീത് അന്നം യമിതി ദിവാകരസ്തേന പ്രാണ അന്ന ആദിത്യരൂപത്വാദ്വാ സത്യഃ സത്സു സാധുത്വാദ്വാ സത്യഃ. ഇങ്ങനെ 3-4 അർത്ഥം ശങ്കരാചാര്യർ പറയുന്നുണ്ട്. അതായത് സത്യസ്വരൂപൻ ആകയാൽ പരമാത്മാവ് സത്യമാകുന്നു. തൈത്തിരീയ ഉപനിഷത്തിൽ ബ്രഹ്മനെ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഥവാ സത് അല്ലെങ്കിൽ മൂർത്തം, ത്യത് അല്ലെങ്കിൽ അമൂർത്തം. സത്യം എന്ന് പറയുന്നത് സത്ത് മൂർത്തവും ത്യത്ത് അമൂർത്തവും ആയിട്ടുള്ള, അങ്ങനെ മൂർത്തവും അമൂർത്തവുമായി തീർന്നു എന്ന ശ്രുതിയുണ്ട്. തൈത്തിരീയ ഉപനിഷത്തില് പറയുന്നുണ്ട് മൂർത്തവും അമൂർത്തവുമായി തീർന്നു എന്ന്. അങ്ങനെ മൂർത്താമൂർത്ത സ്വരൂപം ആകയാൽ ഭഗവാൻ സത്യമാകുന്നു. അഥവാ സത് എന്നാൽ പ്രാണനും, തീ എന്നാൽ അന്നവും, യം എന്നാൽ സൂര്യനും ആയതുകൊണ്ട്
പ്രാണരൂപനും അന്നരൂപനും സൂര്യരൂപനുമായതുകൊണ്ട് ഭഗവാൻ സത്യനാണ്. അഥവാ സജ്ജനങ്ങളോട് സാധു സ്വഭാവനാകയാൽ സത്യനാകുന്നു. ഇത് നമ്മൾ വിശദമായിട്ട് ഒന്നുകൂടെ കാണാം. ഓരോന്നും എന്താണ് അതിന്റെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കാണാം. ഭൂതം, വർത്തമാനം, ഭാവി ഇങ്ങനെ മൂന്ന് കാലത്തും സ്ഥിരമായി നിൽക്കുന്നത് ഏതെന്നാണോ അതാണ് സത്യം. എന്ത് കാര്യവും സത്യം ആയിരിക്കണമെങ്കിൽ മൂന്ന് കണ്ടീഷൻസ് ഉണ്ട്. അതായത് അത് എല്ലാ കാലത്തും നിലനിൽക്കുന്നതായിരിക്കണം. ഭൂതകാലത്തിലും ഉണ്ടായിരിക്കണം, വർത്തമാനത്തിലും ഉണ്ടായിരിക്കണം, ഭാവിയിലും ഉണ്ടായിരിക്കണം. അത് നശിച്ചു പോകാൻ പാടില്ല. ഇത് ഒരിക്കലും മാറ്റമില്ലാതെ തന്നെ തുടരണം. ഇന്നലെ ഒരു വിധത്തിലായിരുന്നു, ഇന്നും അത് മാറി നാളെ വേറൊരു വിധത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ അത് സത്യമല്ല, അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. മൂന്നാമത്തെ കണ്ടീഷൻ സ്വതന്ത്രമായിരിക്കണം. അതായത് അതിൻ്റെ എക്സിസ്റ്റൻസിനായി അത് മറ്റൊന്നിനെയും ആശ്രയിക്കരുത്. സ്വന്തമായ നിലനിൽപ്പുള്ള ഒന്നിനെയാണ് സത്യം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം എടുത്താൽ, ഒരു മൺകുടം, അത് ഉണ്ടാക്കുന്നതിന് മുമ്പ് കുടമുണ്ടായിരുന്നില്ല, മണ്ണ് മാത്രമാണ് ഉണ്ടായിരുന്നത്. കുടം പൊട്ടിക്കഴിഞ്ഞാലോ വീണ്ടും മണ്ണ് മാത്രം. ഇനി അത് കുടമായിരിക്കുന്ന അവസ്ഥയിലും അത് മണ്ണ് തന്നെയാണ്. മണ്ണല്ലാതെ വേറെ ഒരു വസ്തു ഇല്ല അതിൽ. ആ ഒരു ഷേപ്പിന് കുടം എന്ന് പറയുന്നുണ്ട്, പക്ഷെ അതിനകത്തുള്ള വസ്തു മണ്ണ് തന്നെയാണ്. കുടത്തിന് സ്വന്തമായി ഒരു അസ്തിത്വമില്ല. മൂന്നവസ്ഥയിലും മാറാതെ നിൽക്കുന്നത് മണ്ണ് മാത്രമാണ്. അതുപോലെ തന്നെ സ്വർണ്ണ ആഭരണങ്ങളുടെ കാര്യം എടുത്താലും മൂന്ന് കാലത്തും സ്ഥിരമായി നിൽക്കുന്നത് സ്വർണം മാത്രമാണ്. ആഭരണങ്ങളുടെ പേരും രൂപവും എല്ലാം മാറി മാറി വരും, പക്ഷെ സ്വർണം മാറാതെ നിൽക്കുന്നു. ഈ പറഞ്ഞ സ്ഥിരതയും ആപേക്ഷികമാണ്. ഇപ്പം മണ്ണിന്റെ കാര്യം സ്വർണത്തിന്റെ കാര്യവും പറഞ്ഞാലും അത് അബ്സല്യൂട്ട്ലി റിയൽ എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു റിലേറ്റീവ് ഇതില് നമ്മള് സ്വർണവും മണ്ണുമാണ് സ്ഥിരമായിട്ടുള്ളതെന്ന് പറയുന്നു. എന്നാൽ ഈ സ്വർണവും മണ്ണും കല്ലും എല്ലാം സൂക്ഷ്മമായി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം ആറ്റോമിക് അവസ്ഥയിലേക്കും അവിടെ നിന്ന് അതിലും സൂക്ഷ്മമായ പാർട്ടിക്കിൾസിലേക്കും അങ്ങനെ അതിനെ റിഡ്യൂസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എല്ലാം ഒരു കൺസെപ്റ്റ് മാത്രമാകും. അതിനെക്കുറിച്ചൊരു ഒരു ഐഡിയ മാത്രമായിരിക്കും. ഒരു മാത്തമാറ്റിക്കൽ മോഡലിലാണ് ചെന്നെത്തുന്നത്. അതെല്ലാം നമ്മുടെ അറിവിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. ഈ അറിവാണെങ്കിലോ നമ്മുടെ ബോധത്തിലാണ്, കോൺഷ്യസ്നെസ്സിലാണ്, ചൈതന്യത്തിലാണ് ഈ അറിവും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ബോധസ്വരൂപനായ ഭഗവാൻ അല്ലെങ്കിൽ ചിത് ശക്തി മാത്രമാണ് മൂന്ന് കാലങ്ങളിലും മാറ്റമില്ലാതെ സ്ഥിതി ചെയ്യുന്നത്. അത് മാത്രമാണ് സത്യം. നാം ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അത് ഉണ്ടെന്ന് പറയുമല്ലോ. ഒരു കുടം ഉണ്ട്, ഒരു മരം ഉണ്ട്, മനുഷ്യൻ ഉണ്ട്, അല്ലെങ്കിൽ പോട്ട് ഈസ്, ട്രീ ഈസ്, ഹ്യൂമൻ ബീയിങ് ഈസ്, അങ്ങനെ പറഞ്ഞ ഈസ് ഉണ്ടല്ലോ. അതിൽ ഈ ഓരോ വസ്തുക്കളും ആ ഈസിനെ വിശേഷിപ്പിക്കുന്ന വസ്തുക്കൾ, കുടം, മരം, മനുഷ്യൻ എന്നുള്ളതൊക്കെ മാറി മാറി വരുമ്പോഴും ഉണ്ട് എന്നുള്ള ഈസ്നെസ്, എക്സിസ്റ്റൻസ്, ഉണ്മ അത് മാറാതെ സ്ഥിരമായി നിൽക്കുന്നു. ആ വസ്തു ഉണ്മയിൽ നിന്ന് ഇല്ലായ്മയിലേക്ക് പോയാലും, അതായത് ഒരു കുടം ഉണ്ടായിരുന്നിട്ട് അത് ഇല്ലാതിരുന്നായാലും പൊട്ടിപ്പോയാലും അത് മറ്റെന്തെങ്കിലും രൂപത്തിൽ ഉണ്ടായിരിക്കും. പൊട്ടിയ കുടം ഉണ്ടാവും. കുടം നന്നായിരിക്കുമ്പോൾ കുടമായിരിക്കും, അത് കഴിഞ്ഞാൽ പൊട്ടിയ കുടമാവും. അപ്പോഴും അത് ഉണ്ട്, ഉണ്മ പോകുന്നില്ല, ഉണ്മയ്ക്ക് നാശമുണ്ടാകുന്നില്ല. ഇനി ഒരു വസ്തുവിനെ കുറിച്ചല്ലാതെ ശുദ്ധമായ ഉണ്മയെടുത്താലോ, പ്യുവർ എക്സിസ്റ്റൻസ്, ആ ഉണ്മയിലാണ് സകലതും സ്ഥിതി ചെയ്യുന്നത്. ആ ഉണ്മയുടെ കൂടെ മറ്റ് വസ്തുക്കൾ ചേരുമ്പോഴാണ് ആ വസ്തു ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉണ്മ മാത്രമാണ് സത്യം. ഇതാണ് സത്ത്. ആദ്യം പറഞ്ഞ ചിത്ത്, അതാണ് സത് ചിത് ആനന്ദം എന്നാണ് ഭഗവാനെ തൈത്തിരീയ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ സച്ചിദാനന്ദ ഈശ്വരൻ മാത്രമാണ് ഏക സത്യവസ്തു. ഇനി ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന വസ്തുക്കളിൽ തന്നെ ചിലത് പ്രത്യക്ഷത്തിൽ കാണപ്പെടുന്നതും ചിലത് കാണാൻ സാധിക്കാത്തതുമാണ്. നമ്മുടെ വികാരങ്ങളും സ്നേഹവും സങ്കടവും സന്തോഷവും അതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. മറ്റുള്ള വസ്തുക്കളെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ കാണാൻ സാധിക്കുന്നവയെ മൂർത്തം അല്ലെങ്കിൽ സത്ത് എന്നും കാണാൻ സാധിക്കാത്തവയെ അമൂർത്തം അല്ലെങ്കിൽ അസത്ത് എന്നും പറയും. അല്ലെങ്കിൽ ഈ അസത്തിനെ ടെത്ത് എന്നാണ് പറയുന്നത്.
അപ്പോൾ സത്തും ത്യത്തും ചേരുന്നതാണ് സത്യം. ഭഗവാൻ മൂർത്തവും അമൂർത്തവുമായ എല്ലാം കൂടിയതാണ്, മൂർത്താമൂർത്ത സ്വരൂപം. സത്തും ത്യത്തും ചേർന്നത് സത്യം. ഇങ്ങനെയാണ് സത്യം എന്ന വാക്ക് വരുന്നത്. ഇനി ഐതരേയ ആരണ്യകത്തിൽ സത്യം എന്ന പദത്തിന് സത്ത്, തീ, യം ഇങ്ങനെ 3 ശബ്ദങ്ങൾ അടങ്ങിയിട്ടാണെന്ന് പറയുന്നു. നമ്മൾ ഓംകാരത്തിനെ ആ, ഉ, മോ എന്നിങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ട് അനലൈസ് ചെയ്യുമല്ലോ. അതുപോലെ സത്യം എന്നുള്ളത് സത്ത്, തീ, യം ഇങ്ങനെ 3 ശബ്ദങ്ങൾ അടങ്ങിയിട്ടാണെന്ന് പറഞ്ഞിട്ട് അതിനെ അനലൈസ് ചെയ്യുകയാണ്. ഇതൊരു മറ്റൊരു പ്രകരണമാണ്. സത്ത് പ്രാണനെയും, തീ അന്നത്തെയും അല്ലെങ്കിൽ ആഹാരത്തെയും, യം സൂര്യനെയും അല്ലെങ്കിൽ ഊർജം സൂചിപ്പിക്കുന്നു. ആരാണോ പ്രാണൻ, അന്നം, ഊർജം എന്നിവകളോട് കൂടിയിരിക്കുന്നത്, ഇതിന്റെ രൂപത്തിൽ ഇരിക്കുന്നത്, ആ മൂർത്തിയെ സത്യം എന്ന് പറയുന്നു. അങ്ങനെയാണ് സത്യം എന്ന വാക്കിനെ ഐതരേയ ആരണ്യകം വിശേഷിപ്പിക്കുന്നത്. ഇനി അടുത്ത് വേറൊരർത്ഥം പറയുന്നത് സാധുജനങ്ങളോട് അല്ലെങ്കിൽ ധർമ്മിഷ്ഠരായ ഭക്തജനങ്ങളോട് കാരുണ്യം കാട്ടുന്നതിനാലും ഭഗവാനെ സത്യം എന്ന് പറയുന്നു. ഇങ്ങനെ ഈ 3 നാമങ്ങൾ കണ്ടു. ഇനി അടുത്ത ബാക്കി നാമങ്ങൾ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.